ഉം, എന്തേ നോക്കുന്നേ? അർജുൻ ചോദിച്ചു. ഉം, ഒന്നുമില്ല. നിരഞ്ജന അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു. നേർത്തൊരു ചിരിയോടെ അർജുൻ അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു. തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവളെ അവനോട് ചേർത്തു. പോയാലും ഞാൻ തിരിച്ചു വരുമല്ലോ നിമ്മി. നിനക്ക് വേണ്ടി എനിക്ക് വന്നല്ലേ പറ്റൂ. ആ സങ്കടമറിഞ്ഞതുപോലെ അർജുൻ പറഞ്ഞു. ചുണ്ടു കൂട്ടിപ്പിടിച്ചുകൊണ്ടവൾ അവനെ നോക്കാതെ തലയാട്ടി. ഇന്നോ നാളെയോ പോകുമെന്നല്ല നിമി. പോകുമെന്നാ ഞാൻ പറഞ്ഞത്. അതൊന്ന് അറിയിക്കാൻ ഓടി വന്നതല്ലേ ഞാൻ. അർജുൻ അവളുടെ തോളിൽ തട്ടി. നിമ്മി അപ്പോഴും ഒന്നും മിണ്ടാതെയിരുന്നു. നെഞ്ചിലൊരു കടലിരുമ്പുന്നു. അതിൻ്റെ പിടച്ചിൽ അവനെ അറിയിക്കരുതെന്ന് തോന്നി അവൾക്ക്. കുറേ നാളുകൂടി കാണുന്നതല്ലേ നിമി നമ്മൾ. ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. എനിക്ക് എന്തോ പോലെ നോവുന്നടി. അർജുൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. കാണാതിരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാനേ വയ്യ അജു. അവൾ അവൻ്റെ നെഞ്ചിലൊതുങ്ങി. എനിക്കും. അവൻ്റെയും ശബ്ദം ചിതറി. പക്ഷേ പോയല്ലേ പറ്റൂ. നിരഞ്ജനയെ ഞാൻ സ്നേഹിക്കുന്നു. അവളെ എനിക്ക് തരൂ. ഞാൻ എൻ്റെ ജീവനെ പോലെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് നിന്റെ അച്ഛന് മുന്നിൽ വന്നു നിന്നിട്ട് പറയണ്ടേ എനിക്ക്. അതിന് നിനക്കൊപ്പം ചേർത്ത് വെക്കാനാവുന്ന സ്റ്റാൻഡേർഡ് വേണ്ടേ എനിക്ക്. അർജുൻ കണ്ണടച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിമ്മി അപ്പോഴും അവനിൽ നിന്നും അകന്നു മാറിയില്ല. വിശേഷങ്ങളെല്ലാം നീയും അറിഞ്ഞു കാണുമല്ലോ. സീതേച്ചിയും വല്യേച്ചിയും ഇപ്പോഴേ നാത്തൂൻ പെണ്ണിനെ സ്നേഹം കൊണ്ട് മൂടുവല്ലേ. ഉള്ളിലെ ആഹ്ലാദം മറച്ചു വെക്കാതെ തന്നെ അർജുൻ പറഞ്ഞു. അസൂയ, വെറും അസൂയ. നിമ്മി ചാടി എഴുന്നേറ്റുകൊണ്ട് അവനെ തുറച്ചു നോക്കി. അതേലോ, അസൂയ തന്നെ. അവരെൻ്റെ മാത്രം ചേച്ചിമാരായിരുന്നു. നീ തട്ടിയെടുത്തില്ലേ. ഇപ്പോഴവർക്ക് എന്നേക്കാൾ പ്രിയം നിന്നോടാണ്. അത് പറയുമ്പോഴും അർജുൻ ചിരിക്കുകയാണ്. അവൻ വീണ്ടും നിമ്മിയുടെ കൈപിടിച്ചടുത്തേക്ക് തന്നെ ഇരുത്തി. എനിക്കെന്ത് സന്തോഷമാണെന്നറിയോ നിമ്മി ആ സ്നേഹം കാണുമ്പോൾ. അർജുൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. എനിക്കറിയാം അജു. ഒന്നുമില്ലേലും എൻ്റെ സീതേച്ചിയും വെല്ലേച്ചിയും കൂടി വളർത്തിയ ഗുണം അത് കാണാതിരിക്കില്ലല്ലോ. നിമ്മി അവൻ്റെ കവിളിൽ പിടിച്ചു വലിച്ചു. ആ, വേദനിക്കുന്നു പെണ്ണേ. അർജുൻ അവളെ നോക്കി കണ്ണുരുട്ടി. ഞഞ്ഞായി. നിമ്മി പുച്ഛത്തോടെ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. എന്ത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ചാടിയേ? അർജുൻ ചോദിച്ചു. നിമ്മിയുടെ മുഖം വാടി. എന്തൊക്കെയോ പറഞ്ഞു. അവളുടെ മുഖം വീണ്ടും വാടി. പേടിയുണ്ടോ നിമ്മി നിനക്ക്? അർജുൻ അലിവോടെ ചോദിച്ചു. അവളുടെ വീട്ടിലെ എതിർപ്പ് അവൻ അറിയാവുന്നതാണ്. എനിക്ക് നിന്റെ സ്നേഹത്തിൽ വിശ്വാസമുണ്ട്. നമ്മൾ ഒന്നിക്കുമെന്ന് നല്ല ഉറപ്പുമുണ്ട്. അങ്ങനെയാണവൾ മറുപടി പറഞ്ഞത്. കൂടി വന്ന 1 വർഷം. അതിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ തിരഞ്ഞു വരും. കാത്തിരിക്കണം. അർജുൻ്റെ സ്വരം പതിഞ്ഞു. എനിക്ക് ജീവനുണ്ടെങ്കിൽ അർജുൻ്റെ പെണ്ണായി ജീവിച്ചാൽ മതി. നിമ്മിയുടെ വാക്കുകൾ ദൃഢമായി. ഒട്ടും സഹിക്കാൻ വയ്യെങ്കിൽ എന്നോട് തുറന്നു പറയാൻ മടിക്കരുത്. നീ പറഞ്ഞാലേ എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ അറിയാൻ പറ്റൂ. അർജുൻ അവളുടെ കൈവിരലുകൾ തലോടി. നിമ്മി പിടച്ചിലോടെ അവനെ നോക്കി. ഞാൻ ഉപേക്ഷിച്ച് കളയുമെന്നാണോ അജു? അവൾ വേദനയോടെ ചോദിച്ചു. അവൻ വീണ്ടും അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. നീയില്ലാത്ത ഈ ലോകം എനിക്ക് മുന്നിൽ ശൂന്യമാണ്. നരകിച്ച് ജീവിക്കാൻ എന്നെ തനിച്ചാക്കി പോകുന്ന തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്ത് സഹിച്ചിട്ടായാലും എത്ര കാത്തിരിക്കുന്നിട്ടായാലും നിന്നെ ഞാൻ നേടിയെടുക്കും. നിമ്മി ഇമ വെട്ടാതെ അവനെ നോക്കി. എന്നെ ഉപേക്ഷിച്ച് നീ മറ്റൊരാൾക്ക് സ്വന്തമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ എളുപ്പമാണ് നിനക്ക് നിന്റെ ജീവൻ ഉപേക്ഷിക്കാൻ. അതൊന്ന് ഓർമ്മിപ്പിച്ച് തന്നതാ ഞാൻ. നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിമ്മി. അവൻ്റെ കൈകളിൽ നിമ്മി നിർവൃതിയോടെ പതുങ്ങി. അർജുൻ വിളിച്ചിട്ട് വന്നതാണ് നിമ്മി. കണ്ണൻ പറഞ്ഞതുപോലെ അവൻ തിരികെ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ കൂടെ പോകാൻ തന്നെ അർജുൻ തീരുമാനമെടുത്തിരുന്നു. നിമ്മിയിലേക്കെത്താൻ താൻ ഒരുപാട് കടമ്പകൾ ചാടിക്കടക്കേണ്ടി വരുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അത്രമേൽ വാശിയിലാണ് അവളുടെ ഫാമിലി മൊത്തം. അത്യാവശ്യം സമ്പത്തുള്ള വീട്ടിലെ നിമ്മിയെ അർജുൻ പ്രണയിച്ചത് തന്നെ അവൾക്ക് മുന്നിൽ വലിയൊരു അപരാധമാണ്. ഫാമിലിയിൽ തന്നെയുള്ള ഒരാളുടെ വിവാഹാന്വേഷണം നിമിക്ക് നേരെ നീണ്ടപ്പോൾ അവൾ തന്നെയാണ് അർജുൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചത്. അന്നു മുതലുള്ള എതിർപ്പ് അല്പം പോലും കുറയാതെ അവരിൽ ഇന്നുമുണ്ട് എന്ന ഓർമ്മ രണ്ടുപേരെയും നോവിക്കുന്നുണ്ട്. എന്നിലേക്ക് നീ തിരികെ വരില്ലേ എന്നൊരു ഭയത്തെ നിരഞ്ജന മനസ്സിലൊതുക്കി പിടിക്കുമ്പോൾ, തിരഞ്ഞ് ഞാൻ വരുമ്പോൾ എനിക്ക് വേണ്ടി നീ ഉണ്ടാവില്ല എന്നൊരു ഭയം അർജുനെയും വേദനിപ്പിച്ചു. ഒരുമിച്ച് കൈകോർത്ത് നടന്നു തീർത്ത വഴികൾ മനസ്സിൽ നോവായി മാറും. നോവറ്റ് പിടഞ്ഞും
കാത്തിരുന്നു കുഴഞ്ഞും ഉറക്കമില്ലാതെ ഇനി അനേകം രാത്രികൾ കണ്ണീർ പൊഴിച്ചിടും. തളരുമ്പോൾ താങ്ങായി, തുണയായി, തണലായി തമ്മിൽ കൊതിച്ചിടും. ഉള്ളിലെ പ്രണയച്ചൂടിൽ ഉരുക്കിത്തീരുമ്പോഴും തമ്മിൽ അണയുന്ന നാളോർത്ത് കുളിരണിഞ്ഞിടും. അർജുൻ നിമ്മിയെ ചേർത്ത് പിടിച്ചിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഹരിക്കൊപ്പം സീതയെ കൂടി കണ്ടതോടെ രമിയിലൊരു പരവേശമുണ്ടായിരുന്നു. കൂടിയിരുന്നവർക്കെല്ലാം ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലായിട്ടും അവരുടെ കണ്ണുകളിൽ പോലും അങ്ങനെയൊരു ഭാവം തോന്നിപ്പിച്ചില്ല. സീതയാവട്ടെ അതുവരെയുള്ളതൊന്നും ഓർമ്മയിൽ തന്നെ ഇല്ലെന്നുള്ളതുപോലെയാണ് സംസാരിക്കുന്നത് മുഴുവനും. ഒരക്ഷരം മിണ്ടാതെ ചുവരിലേക്ക് മുഖം തിരിഞ്ഞു കിടക്കുന്ന റിമിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ സംസാരം തുടരുന്നത്. അവൾ മറുപടി പറയില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് കൂടിയും കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ റിമിക്ക് നേരെയും പാറി വീഴുന്നിരുന്നു. കണ്ണടച്ച് കിടക്കുന്നുണ്ടെങ്കിലും റിമിക്കുള്ളിൽ കുറ്റബോധത്തിൻ്റെ ഒരു ആഴി കലങ്ങി മറിയുന്നുണ്ട്. അതവർ അറിയുന്നുമുണ്ട്. ജോൺ റിമിയുടെ മമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവർക്ക് ഉൾക്കൊള്ളാൻ പാകത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു. അയാൾ തന്നെയാണ് അവരെ ഫോൺ വിളിച്ചിട്ട് ആ ഫോൺ റിമിക്ക് നേരെ നീട്ടിയത്. ആദ്യം അതിലേക്ക് നോക്കുക കൂടി ചെയ്യാതിരുന്നവൾ യാതൊരു പരിഭവവും കൂടാതെ ജോൺ വീണ്ടും വിളിച്ചുകൊണ്ട് ആ ഫോൺ നീട്ടുമ്പോൾ അറിയാതെ തന്നെ റിമി കൈനീട്ടിപ്പോയിരുന്നു. ഒന്നും മൂളിക്കൊണ്ടുപോലും ഉത്തരം പറയാത്ത മകളോട് മരിയ അവിടുത്തെ വിശേഷങ്ങൾ മുഴുവനും പറയുന്നത് കേട്ട് മിത്തുവും കണ്ണനും വേദനയോടെ പരസ്പരം നോക്കി. വൈകിട്ട് ഹരിക്കൊപ്പമാണ് സീത വന്നത്. മിത്തുവും കണ്ണനും കൂടി ടൗണിലെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിരുന്നു. സീതയുടെ വീട്ടിൽ നിൽക്കാമെന്ന് അവളും പാറുവും അജുവും ഒരുപാട് പറഞ്ഞിട്ടും സ്നേഹത്തോടെ തന്നെ അവനത് നിരസിച്ചു. അക്കാര്യത്തിൽ ഹരി കണ്ണനൊപ്പമായിരുന്നു. അവൻ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നി. 10 മിനിറ്റ് നേരം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താവുന്ന ദൂരമാണ് അവർ റൂം എടുത്തത്. ജോണിനും അതൊരു വലിയ ആശ്വാസമായിരുന്നു. അഹങ്കാരവും പൊങ്കച്ചവും ജാടയും മാറ്റിവെച്ചിട്ട് പച്ചയായൊരു മനുഷ്യനായി ചിന്തിക്കുമ്പോൾ അയാൾക്ക് എല്ലാവരെയും മനസ്സിലാവുന്നുണ്ടായിരുന്നു. യാതൊരു പരിഭവമില്ലാതെ വീണ്ടും വീണ്ടും തൻ്റെ അരികിൽ വന്നിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്ന സീത റിമിയുടെ ഹൃദയത്തിൽ മുറിവ് വീഴ്ത്തി. അന്നും ഒരുപാട് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് സീത പോവാൻ ഇറങ്ങിയത്. പോട്ടെ, ഇനി നാളെ വരാം. ചിരിച്ചുകൊണ്ട് യാത്ര പറയുന്ന അവളെ നോക്കാൻ കൂടി ശക്തിയില്ലാതെ റിമി മുഖം മറച്ചു തന്നെ കിടന്നു. പക്ഷേ തിരിഞ്ഞു പോകാൻ തുടങ്ങിയ സീതയുടെ കൈകളിൽ റിമിയുടെ കൈകൾ മുറുകി. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവൾ സീതയുടെ നേരെ നോക്കിയത്. ജോണും കണ്ണനും ഹരിയും മിത്തുവുമെല്ലാം റിമിയുടെ ആ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയിരുന്നു. എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുന്ന റിമിയെ കണ്ണനാണ് താങ്ങി എഴുന്നേൽപ്പിച്ചു കൊടുത്തത്. അവൾക്ക് ചാരിയിരിക്കാൻ പാകത്തിന് പിറകിൽ ചേർന്നിരുന്നതും കണ്ണനാണ്. സോറി. റിമിയുടെ വാക്കുകൾക്കൊപ്പം കണ്ണുനീര് കൂടി ചിതറി വീണു സീതയുടെ നേരെ. എന്തിന്? സീത അവളുടെ കവളിൽ 2 കൈയും ചേർത്ത് പിടിച്ചു. റിമി അതിനുത്തരം പറയാതെ മുഖം കുനിച്ചു. എനിക്ക് ഒരു ദേഷ്യവുമില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ റിമിയെ എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. സീത അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൾക്ക് മുന്നിൽ റിമി ഒരു പേമാരിയായി. ഉള്ളിൽ വിങ്ങി നിൽക്കുന്ന സങ്കടവും വേദനയുമെല്ലാം സീതയുടെ മേൽ പൊഴിഞ്ഞു വീണു. സഹിക്കാൻ വയ്യാത്ത നോവിൽ മിത്തും മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി പോകുമ്പോൾ ഉള്ളിലൂടെ അരിച്ചു കയറുന്ന നോവിനെ അടക്കി പിടിക്കാൻ കഴിയാതെ കണ്ണൻ ഇരുന്നു പിടഞ്ഞു. താങ്ങു വേണമെന്ന് ആഗ്രഹിച്ച നിമിഷം തന്നെ ഹരിയുടെ കൈകൾ ജോണിനെ വലയം ചെയ്തു. അവനിലേക്ക് ചേർന്ന് നിന്നിട്ട് അയാൾ പൊഴിച്ചതത്രയും സന്തോഷക്കണ്ണീർ തന്നെയായിരുന്നു. കാരണം നിർവികാരതയോടെ ഇരിക്കുന്ന മകളൊന്ന് കരഞ്ഞു കാണാൻ ആ അച്ഛൻ അത്രയും കൊതിച്ചിരുന്നു. ഉള്ളിൽ മകൾ അടക്കി പിടിച്ചു നിൽക്കുന്ന നോവിൻ്റെ പേമാരിയെ ആ അച്ഛന് പറയാതെ അറിയാൻ കഴിഞ്ഞിരുന്നു. സീത അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തലോടി.